സർ, ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. BJPയുടെ ഒരു സ്റ്റാർ മുഖമായിരുന്നല്ലോ ദേവൻ BJP വിട്ടു, എന്താണ് നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എനിക്ക് വ്യക്തിപരമായ നല്ല അടുപ്പമുള്ള പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ BJPയിൽ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു എന്ന് അതിൻ്റെ പാർട്ടിയുടെ ഒരു വെർഷൻ പറയാൻ നമ്മളാരുമല്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരട്ടെ എന്ന് കാത്തിരുന്നു. ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ്റെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് അല്ല, ദേവൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായിട്ട് പറയാൻ ഞാൻ അർഹനല്ല. എന്നെ അതിനാരും അധികാരപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഒരു BJPയുടെ പ്രവർത്തകൻ എന്ന നിലക്ക് ദേവനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നത്. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നയം എന്താണെന്നുള്ള കാര്യം പാർട്ടി പ്രസിഡൻ്റാണ് പറയേണ്ടത്. ദേവൻ വളരെ മാന്യനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെയാണ്, വളരെ മാന്യനാണ്. ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. ഒരു വർത്തമാനം പോലും പറയില്ല. വളരെ മിതമായിട്ട് ഇത് സൂക്ഷിക്കുന്ന ഒരാളാണ് ദേവൻ. പിന്നെ അത് മാത്രമല്ല, ദേവൻ അങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായൊരു സമീപനമോ ദേവനുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ദേവൻ ഹാർഡ് കോറായിട്ടുള്ള ഹിന്ദുവാണ്, ഇന്ത്യ പക്ഷപാതിയുമാണ്. ഈ മഹാരാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ദേവൻ. അങ്ങനെ സിനിമാക്കാരുടെ പൊതു സ്വഭാവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളുമാണ് ദേവൻ. സിനിമാക്കാർക്ക് ചില പൊതു സ്വഭാവങ്ങൾ, ആ പൊതു സ്വഭാവങ്ങളിലൊന്നും ദേവനെ നമുക്ക് കാണാൻ കഴിയില്ല. ദേവൻ സിനിമയിലേക്ക് വരുന്നൊരു കാലമുണ്ട്. ആ കാലം തുടങ്ങി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം പരമസുന്ദരനായിരുന്നു. പിന്നെ മലയാള സിനിമയിലെ ഏറ്റവും പരമസുന്ദരനായ ഒരാളായിരുന്നു. ഇതിൽ ദേവൻ്റെ ആദ്യത്തെ സിനിമകളിലൊന്ന് മറ്റേ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പറയുന്ന സിനിമയിൽ ദേവൻ ഉണ്ട്. പിന്നെ ആരണ്യകം എന്ന് പറഞ്ഞ MTയുടെ നായകനാണ്. അതിൽ നായകനായിട്ട് വന്നിട്ടുണ്ട്. ദേവനാണ് അതിനകത്ത് നായകനായിട്ട് വന്നേക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇയാളുടെ ഒരു സിനിമയിൽ മറ്റേ നെടുമുടി വേണുവും ശാരദയും ഒക്കെ അഭിനയിച്ച സിനിമയിൽ പാർവതി എന്ന നടിയുടെ കാമുകനും പിന്നീട് ഭർത്താവും ഒക്കെ ആയിട്ട് വരും. എനിക്ക് മനസ്സിലായി, പേര് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല സിനിമകളിൽ നല്ല വേഷങ്ങളിലൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എന്താണ് ദേവൻ്റെ ഒരു സവിശേഷതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഒരു വില്ലൻ എന്നുള്ള കഥാപാത്രത്തിന് വേറൊരു രൂപം നൽകി. വളരെ സുന്ദരനായ സൗമ്യനുമായിട്ടുള്ള ഒരു മനുഷ്യൻ വില്ലനായിട്ട്. സാധാരണ ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എവിടെയാണെന്ന് വെച്ചാൽ തെലുങ്ക് സിനിമയിലും കന്നഡ സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെയാണ്. കാരണം അവിടെ ഈ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത് കരാളമായിട്ടുള്ള രൂപം. ഇതങ്ങനെയല്ല, ഇതൊരു ഡീസൻറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വില്ലൻ, ജെന്റിൽമാൻ വില്ലൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് KP ഉമർ സ്വന്തം നിലക്ക് തന്നെ പറയുന്ന ഹാൻസം വില്ലൻ എന്നാണ്. സത്യവുമായിരുന്നു. അപ്പോൾ KP ഉമറിന് ശേഷം ഏറ്റവും സുന്ദരനായൊരു വില്ലനായി വന്ന ഒരാളും ഈ ദേവനാണ്. ആ ദേവൻ ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം ദേവനെപ്പോലുള്ള ഒരാളാണല്ലോ വന്നിരിക്കുന്നത് എന്ന് കരുതി. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ദേവൻ ഒരു പ്രത്യേകതയുള്ളത്, ഈ വരുംവരായികകൾ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാൻ പലപ്പോഴും ദേവൻ പരാജയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അതിപ്പോൾ ആളുകൾ ഓർക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം സ്വന്തം നിലക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. കുറേ അധികം പണം അതിനുവേണ്ടി ചിലവഴിച്ചു. കുറേ അധികം പണം. കാരണം ആ ഒരു പാർട്ടി ഉണ്ടാക്കി. അതായത് ഈ ലോകത്ത് സത്യവും നീതിയും ന്യായവും ഒക്കെ ഈ ലോകത്ത് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ദേവൻ എനിക്ക് അന്ന് തോന്നിയത്. കാരണം മണ്ടത്തരമാണല്ലേ കാണിക്കുന്നത് എന്ന് തോന്നി. സിനിമാക്കാരുടെ അങ്ങനെ പാർട്ടികളുണ്ടാക്കിയിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്, കമൽഹാസൻ അടക്കം. ഒരുപാട് പേർക്ക് ഇപ്പോൾ വിജയ് ചിലർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MGRന് ശേഷം ജയലളിത പിന്നെ MGRനെ പിന്തുടർന്ന് വന്നതാണ്. അതിനൊക്കെ ശേഷം പിന്നെ ഒരു സിനിമാക്കാരൻ എന്ന നിലയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. അതിനു മുമ്പ് പിന്നെ നമ്മളുടെ സിനിമാക്കാരൻ NT രാമറാവു ഉണ്ടായിരുന്നു. NT രാമറാവു ഈ തെലുങ്ക് ഗൗരവ് എന്ന് പറയുന്ന തെലുങ്കൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്ന സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ചിട്ടാണ് വരുന്നത്.
അതെന്താണെന്ന് വെച്ചാൽ അഞ്ജയ്യ എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ നേതാവിനെ രാജീവ് ഗാന്ധി അവഹേളിച്ചു പരസ്യമായിട്ട്. അത് തെലുങ്കൻ്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും അടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളാണ് NT രാമറാവു. ആ NT രാമറാവു ഈ നാടെന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി, അത് വലിയ വിജയമായിട്ട്. പിന്നെ ശ്രീരാമൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയല്ല, അത് അങ്ങനെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതൽ ഇങ്ങോട്ടുള്ള ഹിന്ദു ദേവീ ദേവന്മാരുടെ സിനിമകളിലെല്ലാം അഭിനയിച്ച് അദ്ദേഹത്തെ പലരും ശിവനായിട്ടും മറ്റേ ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനൊക്കെ കരുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. എന്തിനാ ഇപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഇതുണ്ടല്ലോ, തിരുവിളയാടൽ എന്ന് പറയുന്ന സിനിമയുണ്ട്, തിരുവിളയാടൽ. അതിൽ ശിവാജി ഗണേശൻ്റെ പെർഫോമൻസ് ഉണ്ട് ശിവനായിട്ട്. അത് ആ താണ്ഡവമൊക്കെ ശിവാജി കാണിക്കുന്ന സമയത്ത് നമ്മൾ വിസ്മയത്തോടു കൂടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സിനിമയിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ വന്നിട്ട് ആ ഒരു ഓറയിൽ ജയിച്ചു വരുന്നവരുണ്ട്. ഇപ്പോൾ ദീപിക പത്കോൺ മറ്റോ പറഞ്ഞിട്ട് ഒരു നടി സീതയായിട്ട് അഭിനയിച്ചു. ആ സീതയായിട്ട് അഭിനയിച്ചു വന്നതിൻ്റെ പേരിൽ അവർ അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു. അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് വന്ന നടൻ, മറ്റേ ഇതിനകത്തൊക്കെ ഈ മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനായിട്ട് വന്ന. അപ്പോൾ അങ്ങനെ സിനിമകളിലൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടും വില്ലനോട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു വെറുപ്പുണ്ട്. വെറുപ്പ് ദേവനോട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദേവൻ ഈ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നതാണ് ദേവൻ. ആ ദേവൻ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ദേവൻ അങ്ങനെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്കൊന്നും വ്യക്തിപരമായ ചോയ്സാണ്. പക്ഷേ ഒരു പാർട്ടിയിൽ നിന്ന് ആര് പോകുന്നതും ആ പാർട്ടിക്ക് നഷ്ടം തന്നെയാണ്. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ പറയുന്നത് ശരിയല്ല. ഓരോ ആൾക്കും ഓരോ മൂല്യമുണ്ട്. അല്ല, ഓരോ ആളുടെയും മൂല്യമുണ്ട്, ഓരോ ആളുടെയും സംഭാവനയുണ്ട്. ആ സംഭാവന എല്ലാം കൂടി ചേർന്നാണ് പാർട്ടി നിൽക്കുന്നത്. അപ്പോൾ ആര് പാർട്ടിയിൽ നിന്ന് പോകുന്നതിലും നമുക്ക് പാർട്ടിക്കാരുടെ നിലക്ക് നമുക്ക് വിഷമമായിരിക്കും. കാരണം അങ്ങനെ പോകുന്നത് ശരിയായില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജി പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം അത് അനുചിതമായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കണിച്ചുകുളങ്ങരയല്ലേ? അതെ അതെ. കണിച്ചുകുളങ്ങരയിൽ പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു സംഘടന, അതൊരു ഇതാണ്, ഹൈന്ദവ സംഘടനയാണ്. വലിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സംഘടനയിലെ ഒരു യോഗത്തിൽ പിന്നെ മറ്റേ SNDPയുടെ സെക്രട്ടറി കുട്ടിയുടെയും സാന്നിധ്യത്തിൽ ഇത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് രാജിക്കത്ത് കൊടുത്തതിന് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പറയുന്നതായിരുന്നു അതിൻ്റെ ശരി എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ന്യായം കാണും. പക്ഷേ എന്തൊക്കെയായാലും ശരിയാണ്. അദ്ദേഹം പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള വേദി കൊടുത്തില്ല എന്നുള്ളതാണ്. അതെന്താണെങ്കിലും ശരിയാണ്, അത് ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വരുന്ന ഏതൊരു പ്രവർത്തകനും പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ അത് ദേവന് കൊടുത്തിട്ടില്ല എന്ന് ദേവൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. സാർ ഉൾപ്പെടെ പരിശോധിക്കേണ്ടത്. അല്ല, ലീഡർഷിപ്പിൻ്റെ ഭാഗമല്ലേ സാർ? ഞാൻ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാലും ഞാനിപ്പോൾ അതിൻ്റെ കോർ കമ്മിറ്റിയിലൊന്നും ഇല്ലാത്ത ഒരാളല്ലേ. അപ്പോൾ കോർ കമ്മിറ്റിയാണ് അത് പരിശോധിക്കേണ്ടത്. ഇങ്ങനെ ഒരു പരാതി ദേവൻ പറഞ്ഞത് സ്ഥിതിക്ക് അതെന്താണ് എന്നുള്ള കാര്യം അന്വേഷിക്കണം. അതിനപ്പുറത്തേക്ക് ദേവൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശരി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയൊക്കെ ദേവൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേവൻ പറയുന്നതാണ്. ദേവൻ പറഞ്ഞതിൽ എനിക്ക് ആകെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഘടനാപരമായിട്ട് നോക്കുമ്പോൾ താൻ ആവശ്യപ്പെട്ടിട്ടും തനിക്ക് പ്രവർത്തിക്കാനുള്ള വേദി തന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ്. ബാക്കി ദേവന് BJPയോട് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. BJPയുടെ ശത്രുവായിട്ടല്ല. പിന്നെ ദേവൻ നരേന്ദ്രമോദിയുടെ ഭരണത്തോട് വളരെ താല്പര്യമുള്ള ഒരാളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുമാണ്. ദേവൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോദിയുടെ ഒരു ഭരണത്തിന് വേണ്ട ഒരു
എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് താൻ BJP-യിലേക്ക് വന്നതെന്ന് ദേവൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേവൻ സാമാന്യം ഭംഗിയായിട്ട് വായിക്കുകയും കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് പോയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒറ്റ പോയിന്റ് മാത്രമേ അതിനകത്ത് ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. അതെന്താണെന്ന് വെച്ചാൽ ദേവൻ പാർട്ടിയിൽ വന്നതിന് ശേഷവും പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വിനിയോഗിക്കാൻ പറ്റിയ വേദികളിൽ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറയുന്നത് ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. സത്യമാണോ എന്താണ് അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ബാക്കി കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ദേവന് ആരോടും ചോദിക്കാതെ പോയി പാർട്ടി ഉണ്ടാക്കി കുറേ പണം നശിപ്പിച്ച രീതിയിൽ. പിന്നെ ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്, BJP-യിൽ വന്ന കാരണം ദേവന് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റേ പാർട്ടിയിൽ ദേവൻ നിന്ന സമയത്ത് ദേവന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ദേവൻ എന്നോടൊപ്പം പാർട്ടിയിൽ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് അല്ലേ? അല്ല, എനിക്ക് ഇദ്ദേഹം രാജിവെച്ചപ്പോൾ എൻ്റെ ധാരണ അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആണ് എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു ലിസ്റ്റ് ഈ അടുത്തിടയ്ക്ക് വന്നിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. അങ്ങനൊരു എതിരഭിപ്രായം പറഞ്ഞു കേൾക്കുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം കേട്ടോ, എനിക്കറിയില്ല. അത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ലിസ്റ്റും കണ്ടില്ല. അപ്പോൾ ഏത് ലിസ്റ്റ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ലിസ്റ്റാണ് പാർട്ടിയുടെ ഒഫീഷ്യൽ ലിസ്റ്റാണ് ആവണമെന്നില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വ്യാജ കത്ത് വരെ ഉണ്ടാക്കിയ ആളുകളാണ്. അല്ല, അപ്പോൾ അതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ എന്തും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തും സംഭവിക്കാവുന്നതാണ്. പക്ഷേ എന്തായാലും ശരിയാണത്. ഇതുവരെ അങ്ങനെ ദേവൻ BJP-യെ വിമർശിച്ചിട്ടില്ലല്ലോ. വേണമെങ്കിൽ ദേവനെ തിരിച്ചു കൊണ്ടുവരാം. അല്ല, അത് ദേവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടി തീരുമാനിക്കേണ്ടതിനേക്കാളുപരി പോയ ദേവൻ തന്നെയല്ലേ അത് തീരുമാനിക്കേണ്ടത്, വരണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഏതായാലും ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. സാറിൻ്റെ മറുപടിയും പറഞ്ഞു. ഇനി ദേവൻ തീരുമാനിക്കട്ടെ. അതെ. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.